മാഡം ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഊഹം അവിടെ നിന്ന് കിട്ടിയിരുന്നോ ജയിലിൽ പൾസർ സുനിയോടൊപ്പം ജീവിച്ചപ്പോൾ? ഞാൻ ഒരു സ്ത്രീ ഇതിലുണ്ട് എന്നുള്ള ഒരു ഊഹം ഒക്കെ അങ്ങനെ ചില ചോദ്യങ്ങളിൽ കൂടെയൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പുള്ളി പറയുന്നുണ്ട് ഒരു സ്ത്രീക്ക് വേണ്ടിയാണ് ഞാൻ ഈ കുറ്റം ഏറ്റെടുത്തതെന്ന് പുള്ളി പറയുന്നുണ്ട്. അതുപോലെ സാക്ഷിയെ സ്വാധീനിച്ച വിഷയങ്ങൾ പറയുന്നുണ്ട്. 1.5 കോടി പുഷ്പം പോലെ ഞാൻ കൊടുക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. പൾസർ സുനി ആദ്യം എത്തിയത് കാവ്യമാധവന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലാണ് എന്ന് മനസ്സിലായിട്ടും കാവ്യയെ അന്വേഷണ പരിധിയിലേക്ക് കാര്യമായി കൊണ്ടുവരാത്ത അന്വേഷണം. ജയിലിൽ ഞാൻ കാണാൻ പോയി കഴിഞ്ഞതിന് ശേഷം സംസാരിച്ച കോളിൽ പുള്ളിക്കാരി പറഞ്ഞതാണ് ബാലു ജയിലിൽ പോയിട്ട് തിരിച്ച് കണ്ടിട്ട് ചേട്ടനെ കണ്ടിട്ട് ദിലീപേട്ടനെ കണ്ടിട്ട് ഇറങ്ങുന്നവരെ സത്യം പറഞ്ഞ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി പറയുന്നുണ്ട്. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക്. നടിയെ ആക്രമിച്ച കേസിൽ പൾസർ സുനി ഉൾപ്പെടെ 6ഓളം പ്രതികൾക്ക് ശിക്ഷ കഴിഞ്ഞ ദിവസം വിധിച്ചിട്ടുണ്ടായിരുന്നു. അതിനെപ്പറ്റിയുള്ള കൂടുതൽ കാര്യങ്ങൾ നിങ്ങൾ ഇതിനോടൊപ്പം തന്നെ അറിഞ്ഞിട്ടുണ്ടായിരിക്കുന്നു ഞാൻ വിചാരിക്കുന്നു. ഏറ്റവും കുറവ് ശിക്ഷയായിട്ടുള്ള, അതായത് കൂട്ടബലാത്സംഗം ഇങ്ങനൊരു കാര്യം സംഭവിച്ചിരിക്കുന്ന ഇതിനകത്ത് ഏറ്റവും കുറവ് ശിക്ഷയായിട്ടുള്ള 20 വർഷത്തേക്കാണ് അവർക്ക് ആ ഒരു പണിഷ്മെന്റ് കാര്യങ്ങളൊക്കെ കിട്ടിയേക്കുന്നത്. അതിൻ്റെ ഇതിനകത്ത് പൾസർ സുനിയുടെ ഒക്കെ കേസിൽ മുമ്പ് റിമാൻഡിലൊക്കെ കഴിഞ്ഞ കുറച്ച് കാലയളവൊക്കെ വെച്ചുകൊണ്ട് തന്നെ ഇതിനകത്ത് ശിക്ഷയിൽ ഒരു ഇളവ് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു. അപ്പം അതൊക്കെ പൊക്കോട്ടെ, ഇങ്ങനൊരു കേസ് വരുമ്പോഴത്തേക്കിന് ഏറ്റവും കുറവ് ശിക്ഷ കൊടുക്കുക എന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് 20 വർഷത്തേക്കുള്ള ഏറ്റവും കുറവ് ശിക്ഷ കൊടുക്കുക എന്ന് പറയുമ്പോഴത്തേക്കിന് അതെന്താണെന്നുള്ളതാണ് എനിക്കിപ്പോഴും ഭയങ്കര കൺഫ്യൂസിംഗ് ആയിട്ട് കിടക്കുന്നത്. കാര്യം നമ്മുടെ നാട്ടിൽ കണ്ടിന്യൂസ് ആയിട്ട് ഇത്തരത്തിലുള്ള പല കേസുകൾ നടക്കുന്നു. അതിനൊക്കെ ശിക്ഷാവിധി ഈ രീതിയിലൊക്കെ തന്നെയാണ് പൊക്കോണ്ടിരിക്കുന്നത്. അതായത് നമ്മുടെ കോടതികൾ നമ്മളോട് പറയാതെ പറയുകയാണോ ഇത്തരത്തിൽ ഇതൊക്കെ നമ്മുടെ നാട്ടിൽ സർവ്വസാധാരണമാണ്, ഈ ബലാത്സംഗം, പീഡനം, ഇതൊക്കെ സർവ്വസാധാരണമായിട്ടൊരു കാര്യമാണ്, ഇതൊന്നും അപൂർവങ്ങളിൽ അപൂർവമല്ല എന്ന് നമ്മളെ വീണ്ടും ഓർമ്മിപ്പിക്കുന്ന രീതിയിലോട്ടൊക്കെ തന്നെയാണ് ഈ കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ആൻഡ് ഇന്ന് അപൂർവങ്ങളിൽ അപൂർവമായിട്ട് കോടതികളുടെ മുന്നിൽ കിടക്കുന്ന ഓരോ കേസുകളും നാളെ കണ്ടിന്യൂസ് ആയിട്ട് ഇതുപോലെ പല ആളുകളും ചെയ്യാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അതും അപൂർവങ്ങളിൽ അപൂർവമല്ലാതെയായി മാറും. അപ്പം ഇന്ന് അപൂർവങ്ങളിൽ അപൂർവമായിട്ടുള്ള കാര്യങ്ങൾക്കൊക്കെ ഇതുപോലെ വധശിക്ഷയാണെങ്കിലോ അല്ലെങ്കിൽ അത്രയും വലിയ പണിഷ്മെന്റുകൾ കൊടുത്തുകൊണ്ടിരുന്ന കേസുകൾക്ക് നാളെ അത് അപൂർവമല്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ അതിന് ഇളവായിട്ടുള്ള കുറച്ചുകൂടെ ഇളവുള്ള ശിക്ഷ ആയിരിക്കും കൊടുക്കുക. അപ്പം നല്ലൊരു നാട്ടിൽ തന്നെയാണ് നമ്മൾ ജീവിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് മാറുമെന്നുള്ളത് എനിക്ക് തോന്നുന്നില്ല. എന്താണെങ്കിലും ഈ ഒരു കേസുമായിട്ട് ബന്ധപ്പെട്ട് ഞാൻ കഴിഞ്ഞൊരു വീഡിയോ ചെയ്ത ടൈമിൽ തന്നെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിരുന്നു, ഇതിനകത്ത് ഈ ഒരു കേസിൽ ഇത്രയും വർഷങ്ങളായിട്ട് ആരെങ്കിലുമൊക്കെ ഹൈഡ് ചെയ്ത് നിൽക്കുന്ന പോലെ ഫീൽ ചെയ്തിട്ടുണ്ടോ? അതായത് എവിടെയെങ്കിലുമൊക്കെ പേരൊന്ന് മിന്നി പറഞ്ഞു പോവുക അല്ലെങ്കിൽ എവിടെയും പേര് പോലെ പരാമർശിക്കാതെ പോയേക്കുന്ന എന്തെങ്കിലും കേസുകളുണ്ടോ എന്നുള്ള കാര്യം നിങ്ങൾക്ക് എപ്പോഴെങ്കിലും മൈൻഡിൽ തോന്നിയോ എന്നുള്ള കാര്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതിനകത്ത് മെയിനായിട്ട് നമ്മൾ നോക്കേണ്ടത് മാഡം. ഓക്കെ, പൾസർ സുനി ആ ഒരു കാലം വെച്ചുകൊണ്ട് ആ നടിയുടെ അടുത്ത് പറഞ്ഞൊരു കാര്യമായിരുന്നു, മാഡം പറഞ്ഞിട്ടാണ് ഇങ്ങനെ ഒരു കാര്യം ചെയ്യുന്നത്. അപ്പോൾ തന്നെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇനി ഒരു പക്ഷേ ഇത് പൾസർ സുനി മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു കാര്യം പറഞ്ഞതായിരിക്കും എന്നുള്ള കാര്യങ്ങളൊക്കെ നമുക്കുണ്ടായിരുന്നു. അത് മാത്രമല്ല, ഇങ്ങനെ ഒരു കൃത്യം ചെയ്യാൻ പോകുന്ന ടൈമിൽ ആ ഒരു നടിയുടെ അടുത്ത് മാഡം പറഞ്ഞിട്ടാണ് ചെയ്തത് എന്ന് തന്നെ എടുത്തു പറയേണ്ടുന്ന ഒരു ആവശ്യകതയുണ്ടോ എന്നുള്ളൊരു ചോദ്യം കൂടി അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ കഴിഞ്ഞ ദിവസം കോടതിയിൽ നിന്ന് ഈ വിധിയൊക്കെ പറഞ്ഞതിൻ്റെ ഒപ്പം തന്നെ പറഞ്ഞ മറ്റൊരു കാര്യമുണ്ട്, ഞാൻ ഇങ്ങോട്ടൊന്ന് പ്ലേ ചെയ്യാം. നടിയെ ആക്രമിച്ച കേസിലെ വിധിന്യായത്തിന്റെ വിശദാംശങ്ങളിലേക്ക് തന്നെ വീണ്ടും പോവുകയാണ്. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരാമർശത്തിലേക്കാണ്. കോടതി വിധിന്യായത്തിൽ അന്വേഷണ സംഘത്തിന്റെ ഗുരുതര വീഴ്ച വെളിവാക്കുന്ന പരാമർശങ്ങളുമുണ്ട്. പൾസർ സുനി പറഞ്ഞ ലേഡിയെക്കുറിച്ച് പോലീസ് അന്വേഷണം നടത്തിയില്ല. പൾസർ സുനി പറഞ്ഞ ലേഡി ആര് എന്ന് അന്വേഷിക്കാനുള്ള ബാധ്യത പോലീസിനുണ്ടായിരുന്നു. എന്നാൽ അത് അന്വേഷിച്ചില്ല. പൾസർ സുനി ജയിലിൽ നിന്ന് അയച്ച കത്ത് വെച്ചാണ് ദിലീപിനെ പ്രതി ചേർത്തതെന്നും കോടതി വിധിന്യായത്തിൽ ചൂണ്ടിക്കാട്ടി. ബിനിലുണ്ട് വിശദാംശങ്ങളുമായി. ബിനിൽ, പൾസർ സുനി എപ്പോൾ നൽകിയ മൊഴിയിലാണ് അന്വേഷണ സംഘത്തിനാണോ ഇങ്ങനെ ഒരു ലേഡി തന്ന കൊട്ടേഷനാണ് ഞാൻ ചെയ്തത് എന്നുള്ള മൊഴി നൽകിയിരുന്നത്? ഈ കേസിലെ ഏറ്റവും പ്രധാനപ്പെട്ട പോരായ്മ എന്ന് കോടതി ചൂണ്ടിക്കാണിച്ചത് കേസിലെ 1-ാം പ്രതിയായ പൾസർ സുനിയും 8-ാം പ്രതി ദിലീപും തമ്മിലുള്ള ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷൻ കഴിഞ്ഞിട്ടില്ല എന്നതാണ്. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വാദമായി ഇപ്പോൾ കോടതി ചൂണ്ടിക്കാണിക്കുന്നത് പൾസർ സുനിയുടെ ആദ്യ മൊഴിയിൽ പറയുന്ന ലേഡി ആര്, അവരെക്കുറിച്ച് പ്രോസിക്യൂഷൻ പോലീസ് ഒരു അന്വേഷണവും നടത്തിയില്ല എന്നതാണ്. ഈ കേസുമായി ബന്ധപ്പെട്ട ആദ്യം പൾസർ സുനി പറയുന്നത് ഒരു സ്ത്രീയുമായി ബന്ധപ്പെട്ട് ഒരു സ്ത്രീയുടെ നിർദ്ദേശപ്രകാരമാണ് ഈ കൃത്യം നിർവഹിച്ചത് എന്നതായിരുന്നു. പിന്നീട് പൾസർ സുനി ആ മൊഴി മാറ്റി ദിലീപിന്റെ കൊട്ടേഷനായിട്ടാണ് ഈ കൃത്യം നിർവഹിച്ചത് എന്ന് പറയുന്നു. പക്ഷേ പ്രോസിക്യൂഷനെ സംബന്ധിച്ചിടത്തോളം ഈ ആദ്യം പറഞ്ഞ ലേഡി ആരെ എന്ന് കണ്ടെത്താനുള്ള ഒരു ശ്രമവും ഉണ്ടാകാതെ ഈ പൾസർ സുനി രണ്ടാമത് പറഞ്ഞ ദിലീപിലേക്ക് അന്വേഷണം പോവുകയാണ് ഉണ്ടായത്. പ്രോസിക്യൂഷനും പോലീസിനെ സംബന്ധിച്ചിടത്തോളം ഈ ലേഡി ആര് എന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാനുള്ള ബാധ്യതയുണ്ടായിരുന്നു. അത് പോലീസിന്റെ ഉത്തരവാദിത്തമായിരുന്നു. ആ ഉത്തരവാദിത്തം നിറവേറ്റിയില്ല എന്നാണ് പ്രോസിക്യൂഷനെ വാദങ്ങളെ തള്ളിക്കൊണ്ട് എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതി വ്യക്തമാക്കുന്നത്. ആ ഒരു പശ്ചാത്തലത്തിൽ തന്നെ കേസിലെ 1-ാം പ്രതിയായ പൾസർ സുനിയും 8-ാം പ്രതിയായ ദിലീപും തമ്മിലുള്ള ഗൂഢാലോചന തെളിയിക്കാൻ പ്രോസിക്യൂഷൻ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് വ്യക്തമാക്കുകയാണ്. നേരത്തെ തന്നെ പൾസർ സുനി പറഞ്ഞിരുന്നു ഒരു മാഡത്തിന്റെ കൊട്ടേഷനാണ് എന്ന്. ആ മാഡം ആര്, ആ മാഡത്തിലേക്ക് അന്വേഷണം പോയില്ല എന്നതാണ് ഇപ്പോൾ പ്രോസിക്യൂഷന് വലിയ തിരിച്ചടിയായി മാറുന്നത്. അതാണ് ഈ പ്രധാനപ്പെട്ട ഉത്തരവിൽ കോടതി എടുത്തു പറയുന്ന ഒരു കാര്യം. ഈ കേസിലെ ഗൂഢാലോചന തെളിയിക്കാൻ കഴിയാതെ പോയതിന്റെ ഒരു കാരണം ഈ ലേഡി ആര്, അതായത് പൾസർ സുനി ആദ്യം മൊഴിയിൽ പറഞ്ഞ ലേഡി ആര് എന്നത് അന്വേഷിക്കാതെ പിന്നീട് മൊഴി മാറ്റി പറഞ്ഞ പൾസർ സുനി അത് ദിലീപിന് മേലേക്ക് കൊണ്ടുവരുന്നു. ആ ദിലീപിലേക്ക് അന്വേഷണം പോകുന്നു. പക്ഷേ ഈ ലേഡിയിലേക്ക് ഒരു അന്വേഷണവും ഉണ്ടായില്ല എന്നതാണ് കോടതി എടുത്തു പറയുന്ന ഒരു കാര്യം.
ഇപ്പോൾ പൾസർ സുനി മിസ്ലീഡ് ചെയ്യാൻ വേണ്ടി പറഞ്ഞാണെന്നുള്ള സംശയങ്ങളൊക്കെ നമുക്ക് കിടക്കുമെങ്കിൽ പോലും കോടതിയിൽ നിന്ന് ഇങ്ങനൊരു കാര്യം, ആ ഒരു മാഡം എന്ന് പറഞ്ഞ കാര്യത്തോട്ട് എന്തുകൊണ്ട് പോലീസുകാരുടെ കൂടുതൽ അന്വേഷണങ്ങൾ പോയില്ല എന്നുള്ള കോടതിയിൽ നിന്ന് ഇങ്ങനൊരു വിമർശനം കാര്യങ്ങളൊക്കെ വരുമ്പോഴത്തേക്കിന് അപ്പോൾ തീർച്ചയായിട്ടും അതിനകത്ത് എവിടെയൊക്കെയോ കാര്യങ്ങളുണ്ട്. ഈ എന്താ പറയുക, ഈ ഗൂഢാലോചന ദിലീപിനോട് കണക്ട് ചെയ്യുന്ന രീതിയിലുള്ള തെളിവുകളുടെ അഭാവം കൊണ്ടൊക്കെ തന്നെയാണ് ഹണി എന്ന് പറയുന്ന ആ ഒരു ജഡ്ജ് ഇത്തരത്തിലൊരു വിധി കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഓക്കെ, ആ ഒരു ജഡ്ജി പറഞ്ഞേക്കുന്ന മറ്റൊരു കാര്യം ഉണ്ടായിരുന്നു, ഇതിനകത്ത് ദിലീപിലോട്ട് കണക്ട് ചെയ്യുന്ന തെളിവുകൾ ഇല്ലാത്തതുകൊണ്ട് തന്നെ പുറത്ത് മീഡിയാസ് പറയുന്നതോ ജനങ്ങൾ പറയുന്നതോ കേട്ടിട്ടല്ല അവിടെ വിധി പറയേണ്ടുന്നത്. എൻ്റെ മുന്നിൽ വരുന്ന തെളിവുകളുടെ അടിസ്ഥാനത്തിലാണ് ഞാൻ വിധി പറയേണ്ടി വരുന്നത്, അതല്ലേ ചെയ്യേണ്ടുന്നത്, അതല്ലേ നമ്മുടെ നാട്ടിലെ നീതിന്യായ വ്യവസ്ഥ എന്ന് പറയുന്നത്. അത് അങ്ങനെ തന്നെ ആവണം അല്ലേ? അങ്ങനെയുള്ളപ്പം തുടക്കം മുതൽ ഈ പോലീസുകാർ ഈ ഒരു കേസിനകത്ത് കാണിച്ചിരിക്കുന്ന ഒരുപാട് എന്താ പറയുക, നമ്മളെല്ലാം കൺഫ്യൂസിങ് ആക്കുന്ന രീതിയിൽ കുറേ കാര്യങ്ങളുണ്ട്. അതായത് ഇവിടെ പോലീസുകാർക്ക് തന്നെ ഒരു ഫ്രെയിം ചെയ്ത് വെക്കാനെ കൊണ്ട് അവർ ഉദ്ദേശിക്കുന്ന കുറേ സാധനങ്ങളുണ്ട്. അതിനെ എങ്ങനെയൊക്കെ കൂട്ടിച്ചേർക്കാൻ പറ്റുമോ ആ രീതിയിലൊക്കെ ഇവർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇനി ഈ ഒരു മാഡം ആര് എന്നുള്ളൊരു കാര്യത്തിലോട്ട് കൂടുതൽ നമ്മൾ പരിശോധിക്കുമ്പോഴത്തേക്കിന് മുമ്പ് ബാലചന്ദ്രകുമാർ അദ്ദേഹം വന്ന് പറഞ്ഞേക്കുന്ന കുറേശ്ശെ കാര്യങ്ങളുണ്ടായിരുന്നു. ഇതിനകത്ത് ഈ ഒരു മാഡം എന്നൊരു സാധനം അവിടെയും കിടപ്പുണ്ട്. പൾസർ സുനിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ജയിലുണ്ടായിരുന്ന ജിൻസൺ എന്ന് പറയുന്ന ആ ഒരു വ്യക്തി പറയുന്ന കാര്യങ്ങളും ഇതേപോലെ ഈ ഒരു മാഡത്തിലോട്ട് ലീഡ് ചെയ്യുന്ന കുറച്ച് കാര്യങ്ങൾ. സോ ഇങ്ങനൊരു മാഡം ഉണ്ട്, അപ്പം ഈ ഒരു മാഡത്തിന്റെ പേരിലാണ് ദിലീപ് പെട്ടുപോയത് എന്നൊരു കേസ് കാര്യങ്ങൾ കിടപ്പുണ്ട്. നമുക്ക് ഓരോന്നായിട്ട് പരിശോധിക്കാം. പോലും എന്റെ പരാതിയിൽ ദിലീപ് ചെയ്തു എന്നുള്ള രീതിയിൽ ഞാൻ പറഞ്ഞിട്ടില്ല. എന്റെ പരാതി യഥാർത്ഥത്തിൽ പരിശോധിച്ചാൽ അതെല്ലാവർക്കും മനസ്സിലാവും. 2017 അതായത് പുള്ളി തെറ്റിയെന്ന് ഞാനും വിശ്വസിച്ചിരുന്നില്ല. ഞാൻ ഒരിക്കലും വിശ്വസിച്ചിരുന്നില്ല. അതായത് ഞാൻ ഈ വാർത്തകൾ, അതായത് 2017 ഈ ആ പർട്ടിക്കുലർ ഡേ നവംബർ 15-ാം തീയതി ഞാൻ അവിടെ നിന്ന് അവർ ഈ ഇതിനെക്കുറിച്ച് ചർച്ച നടത്തുമ്പോൾ അപ്പോൾ മാത്രമാണ് യഥാർത്ഥത്തിൽ ഇവർക്കൊക്കെ ഇതിൽ പങ്കുണ്ട് എന്നുള്ളത് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോഴും ഞാൻ വിചാരിക്കുന്നു ഇത് ചിലപ്പോൾ ഇദ്ദേഹം ചെയ്തിട്ടുണ്ടായിരിക്കില്ല, പക്ഷേ ചെയ്ത ആളുകൾ ഇവരുടെ കൂടെ ഉണ്ട്. ഇത് ചെയ്യിപ്പിച്ച ആളുകൾ, അതായത് ഈ പറഞ്ഞ പോലെ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകൾ, ചെയ്ത ആളുകൾ ജയിലിൽ കിടക്കുകയാണ്, ഇത് ചെയ്യിപ്പിച്ച ആളുകൾ പുള്ളിയുടെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കി തരുന്ന തരത്തിലെ സംഭാഷണങ്ങൾ അവിടെ വന്നതുകൊണ്ടാണ് ഞാനത് റെക്കോർഡ് ചെയ്യാൻ ഇടയുണ്ടായത്. ഞാൻ റെക്കോർഡ് ഇദ്ദേഹത്തിന്റെ മൊഴി വലിയൊരു, അല്ലെങ്കിൽ ഇദ്ദേഹത്തിന്റെ വെളിപ്പെടുത്തലുകൾ വലിയൊരു വഴിത്തിരിവായിട്ടുണ്ട് ഈ ഒരു കേസിനകത്ത്. ഇതിനകത്ത് ഇദ്ദേഹം കൃത്യമായിട്ട് പറയുന്നുണ്ട് ദിലീപ് ഇത് ചെയ്തിട്ടുണ്ടായിരിക്കില്ല, പക്ഷെ ഇത് ചെയ്യിപ്പിച്ച ആളുകളെ ദിലീപിനറിയാം, ദിലീപിന്റെ ഒപ്പമുള്ള അത്രയും പരിചയമുള്ള ആളുകൾ തന്നെയാണ്. ഓക്കെ, ഇതിനകത്ത് വേറെ കുറച്ച് അധികം കാര്യങ്ങളോട് നമ്മൾ സംസാരിക്കുന്നുണ്ട്. അപ്പം നിങ്ങൾക്ക് കൺഫ്യൂഷൻസ് തോന്നാം, ഈ ഒരാളായിരിക്കും അല്ലെങ്കിൽ ഈ ലേഡി ആയിരിക്കുമോ ആ ലേഡി ആയിരിക്കുമോ എന്നുള്ള കൺഫ്യൂഷൻസ് നിങ്ങൾക്ക് ഇതിനകത്ത് തോന്നിയേക്കാം. ഓക്കെ, അപ്പം ഇതിനകത്ത് ഞാൻ മുമ്പൊരു വീഡിയോക്കകത്ത് ഞാൻ വെച്ചിരുന്നു, ദിലീപിന് അനുകൂലമായി പറഞ്ഞാൽ 25 ലക്ഷം രൂപയും 5 സെന്റ് ഭൂമിയും വാങ്ങിത്തരാമെന്ന് പറഞ്ഞു സാക്ഷി ജിൻസൺ. പൾസർ സുനിയുടെ ഒപ്പം ജയിലിൽ ഉണ്ടായിരുന്ന ഒരു വ്യക്തിയാണ് ഈ ഒരു ജിൻസൺ എന്ന് പറയുന്ന ഈ ഒരാൾ. അപ്പം ഈ ഒരു കേസിനകത്ത് ഒരുപാട് ആളുകൾ ഇത്തരത്തിൽ മൊഴി മാറ്റി പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഇവരെയൊക്കെ സ്വാധീനിച്ചതിൻ്റെ അങ്ങനെ കുറേ കാര്യങ്ങൾ നമുക്ക് അങ്ങൊക്കെ കേൾക്കാനൊക്കെ കൊണ്ട് നമുക്ക് സാധിക്കും. ഇതിനകത്ത് ഇവരുടെ ജയിലിലെ ഒപ്പം ഉണ്ടായിരുന്ന വിപിൻ ലാൽ എന്ന് പറയുന്ന വ്യക്തിയാണ് ഈ ഒരു കത്ത് എഴുതിച്ചിരിക്കുന്നത്. ഈ വിപിൻ ലാൽ തന്നെ മുമ്പ് വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു, അതായത് 7 വർഷങ്ങൾക്ക് മുന്നേ വന്ന് സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ പൾസർ സുനിയും പോലീസുകാരും കൂടെ നിർബന്ധിച്ചുകൊണ്ടാണ് ഇത്തരത്തിലൊരു കത്ത് എഴുതിപ്പിച്ചത് എന്നുള്ള രീതിയിലൊക്കെ തന്നെ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. ആൻഡ് ഈ ഒരു വ്യക്തിനെ പറ്റിയിട്ട്, അല്ലെങ്കിൽ ഈ ഒരു പൾസർ സുനി ഇങ്ങനെ ഒരു കത്ത് എഴുതാനുണ്ടായിരുന്ന, അല്ലെങ്കിൽ ഇങ്ങനെ ഒരു കത്ത് എന്തുകൊണ്ട് ദിലീപിലോട്ട് എത്തിക്കണം എന്നുള്ളൊരു സാഹചര്യത്തെ പറ്റിയിട്ട് ഇവിടെ ജിൻസൺ എന്ന് പറയുന്ന ഒരു വ്യക്തി പറയുന്നുണ്ട്. നമുക്കൊന്ന് കേൾക്കാം. നമ്മുടെ ബി ആളൂര് ഈ കേസ് ഞാൻ വാദിച്ചോളാം, ഞാൻ കൈകാര്യം ചെയ്തോളാം, നടിയാക്രമണ കേസ് ഞാൻ കൈകാര്യം ചെയ്തോളാം എന്ന് പറഞ്ഞുകൊണ്ട് നിരന്തരം ഈ അമീറുൽ ഇസ്ലാമിൻ്റെ അടുത്ത് പറഞ്ഞു വിട്ട് അമീറുൽ ഇസ്ലാം സുനീനെ ധരിപ്പിച്ച് അങ്ങനെ പല പ്രാവശ്യം പറഞ്ഞ് ഏറ്റവും അവസാനം സുനി ഈ ആളൂരിനെ ഏൽപ്പിക്കാം എന്നുള്ള രീതിയിൽ വിചാരിച്ചിരിക്കുകയാണ്. അപ്പോഴാണ് ആളൂർ പറയുന്നത് എനിക്ക് ഇത്ര രൂപ, എത്രയോ എനിക്കറിയില്ല, എത്രയാണെന്നുള്ളത് എനിക്കറിയില്ല, ആളൂരുടെ ജൂനിയറോ ആരോ വന്ന് ഇത്ര രൂപ അതിന് അഡ്വാൻസ് കൊടുക്കണം അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞപ്പോൾ അപ്പോഴാണ് അതുവരെ ഈ പറഞ്ഞ സുനിയുടെ യജമാനെ തേടി സുനി അല്ലെങ്കിൽ ബുദ്ധിമുട്ടിച്ച് നിന്നില്ല. അങ്ങനെ പലപ്പോഴും ചോദിച്ചതിൻ്റെ ഭാഗമായിട്ടാണ് ഈ വക്കീലിന് പൈസ കൊടുക്കാനും അതുപോലെ മറ്റെന്തോ കൂട്ടുപ്രതികൾക്ക് എന്തോ സാമ്പത്തിക ആവശ്യം വന്നു കഴിഞ്ഞപ്പോൾ മാത്രമാണ് വീട് ചെത്തി കാര്യങ്ങൾ അങ്ങനെയുള്ള കാര്യങ്ങൾ വന്നപ്പോൾ മാത്രമാണ് യജമാനെ അന്വേഷിച്ച് സുനി കത്തെഴുതിയതും ഫോൺ വിളിച്ചതും മറ്റു കാര്യങ്ങളും. അതുവരെ ഇവരെ ഈ പറഞ്ഞ ആളെ പ്രൊട്ടക്ട് ചെയ്യാൻ ശ്രമിച്ചിട്ടുള്ളൂ. അവന്റെ കൂട്ടുപ്രതിയിൽ ഒരാൾക്ക് വീട് വരെ ജപ്തിയായി പോകുന്ന അവസ്ഥ ഉണ്ടായപ്പോൾ അവൻ വല്ലാതെ ഖേദിച്ചു എന്ന് അവന്റെ അമ്മ പറയുന്നുണ്ടായിരുന്നു. അതുപോലെ തന്നെ ഏതെങ്കിലും ഒരു വക്കീലിന് കൊടുക്കാനായിട്ട് പൈസ ഏൽപ്പിച്ചു കൊടുക്കേണ്ട ഉത്തരവാദിത്വം ഈ ആളിനില്ല എങ്കിൽ പിന്നെ എന്ത് കൂറാണ് ഇവർക്കുള്ളത്? ശരിയായിട്ടും അത്രേ ഉള്ളൂ. അത് പരമാവധി പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട് ദിലീപ് എന്ന് പറയുന്ന ആളെ. സുനി പരമാവധി പ്രൊട്ടക്ട് ചെയ്യാൻ നോക്കിയിട്ടുണ്ട്. സകല ക്ഷമയുടെ നെല്ലിപ്പലക എന്നൊക്കെ പറയില്ലേ എന്ന് പറഞ്ഞ പോലെ ആ ഒരു സാഹചര്യം വന്നപ്പോൾ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ പേര് പറഞ്ഞതും. ഇപ്പോൾ പരമാവധി അദ്ദേഹം തന്നെയാണ് ഇത് ചെയ്യിച്ചതെന്നുള്ള എൻ്റെ എല്ലാ തെളിവും പോലീസിന് സുനി കൊടുത്തു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. എനിക്കറിയില്ല, കൂടുതൽ കാര്യങ്ങൾ അറിയില്ല. ഇതിനകത്ത് പുള്ളിക്ക് കുറച്ചധികം കാര്യങ്ങൾ അറിയത്തില്ല. കാര്യം പൾസർ സുനിയായിട്ട് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് അധികം കാര്യങ്ങൾ സംസാരിച്ച് അത്
അറിയാൻ ശ്രമിച്ചിട്ടില്ല. അത് അറിയാൻ ശ്രമിക്കുന്ന ഇവർക്ക് തന്നെ ജയിലിൽ കിടന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ചില പ്രശ്നങ്ങൾ ഉണ്ടാവുന്നുള്ള കാര്യം പുള്ളി ഇവിടെ മുന്നോട്ട് സംസാരിക്കുന്നുണ്ട്. അതിലോട്ട് നമുക്ക് വരാം. അപ്പം ഇതിനകത്ത് പൾസർ സുനി ഇങ്ങനൊരു കത്ത് അല്ലെങ്കിൽ ഈ ഒരു എന്താ പറയുക ദിലീപിലോട്ട് ലീഡ് ചെയ്യുന്ന ഈ ഒരു സാധനം ഇടാനുള്ള ഒരു സിറ്റുവേഷനാണ് ഇവിടെ നിങ്ങളിപ്പോൾ കേട്ടത്. ആളൂർ എന്ന് പറയുന്ന ഒരു വ്യക്തി, നമുക്ക് കിടക്കുന്ന വലിയൊരു സംശയം തന്നെയാണ് ആളൂരിനെ പോലുള്ള ഒരു അഡ്വക്കേറ്റ് അല്ലെങ്കിൽ അയാളെ ആരാണ് ഹയർ ചെയ്ത് കൊടുത്തേക്കുന്നത് എന്നൊരു സംശയം നമുക്ക് കിടക്കും. അപ്പം അങ്ങനെ തന്നെ ഇങ്ങോട്ടേക്ക് വന്ന് ഇത്തരത്തിൽ ഇത് ബാധിച്ചോളാം എന്നുള്ളതിലൊക്കെ വരുന്ന സമയത്തേക്ക് അവിടെ പൈസ ഇല്ലാണ്ടിരുന്നു. അപ്പോൾ നേരെ യജമാനെ വിളിക്കുന്നു പറഞ്ഞു. ഇനി ഈ യജമാനന്റെ കാര്യം പറയുമ്പോൾ ഇവിടെയാണ് ബാലചന്ദ്ര കുമാർ അദ്ദേഹം പറഞ്ഞേക്കുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഇവിടെ ദിലീപ് ചെയ്യിപ്പിച്ചു എന്നുള്ള നിർബന്ധമൊന്നും ഇല്ല. ഇവിടെ ദിലീപ് ചെയ്യിപ്പിച്ചതാണെന്നുള്ള കാര്യമല്ല പറയുന്നത്, അദ്ദേഹത്തിന്റെ പരാതിയിലും അങ്ങനെയല്ല. പക്ഷെ ഇത് ചെയ്യിപ്പിച്ചത് ആരാണോ അവരുമായിട്ടുള്ള കണക്ഷൻസ് ഈ പറയുന്ന അല്ലെങ്കിൽ ആ ചെയ്യിപ്പിച്ച ആൾക്കാരെ ദിലീപിനെ അറിയാം. ആൻഡ് ഇതിൻ്റെ ഒപ്പം തന്നെ അദ്ദേഹം പറഞ്ഞിരിക്കുന്ന വേറൊരു കാര്യമുണ്ട്, ഞാൻ ഇങ്ങോട്ട് വെക്കാം. എന്തായാലും ഈ സംഭവം കണ്ടതിന് ശേഷം ഞാൻ അവിടെ നിന്ന് അത് റെക്കോർഡ് ചെയ്യാൻ എനിക്കൊരു മനസ്സുണ്ടായി. അത് റെക്കോർഡ് ചെയ്യണമെന്ന് തോന്നി. അതിലൊരു സ്ത്രീ സാന്നിധ്യം പുള്ളി പറയുന്നുണ്ട്. ഒരു സ്ത്രീക്ക് വേണ്ടിയാണ് ഞാൻ ഈ കുറ്റം ഏറ്റെടുത്തതെന്ന് പുള്ളി പറയുന്നുണ്ട്. അതുപോലെ സാക്ഷിയെ സ്വാധീനിച്ച വിഷയങ്ങൾ പറയുന്നുണ്ട്. 1.5 കോടി പുഷ്പം പോലെ ഞാൻ കൊടുക്കുമായിരുന്നു എന്ന് പറയുന്നുണ്ട്. അതിനിടയിൽ അദ്ദേഹം മറ്റേ ജയിലിൽ കിടക്കുന്ന പൾസർ സുനി കത്തൊക്കെ എഴുതി അയച്ചു, പിന്നെ നാദൃശ്യക്ക് വോയിസ് ക്ലിപ്പ് ഇട്ടു. അതിനുള്ള കുറേ വിഷയങ്ങൾ വരുന്നുണ്ട്. ഇല്ലെങ്കിൽ ഞാൻ കൊടുക്കുമായിരുന്നു എന്നുള്ള അർത്ഥത്തിലാണ് പറയുന്നത്. ഈ 1.5 കോടി ഞാൻ പുഷ്പം പോലെ കൊടുത്തതെന്ന് പറയുന്ന ഒരു മനസ്സിനെ കുറിച്ച് കൂടെ നമ്മൾ ചിന്തിക്കണം. ഈ പറയുന്ന ആരാധകർ ചിന്തിക്കേണ്ട ഒരു കാര്യം, ദിലീപേട്ട 1.5 കോടി പുഷ്പം പോലെ കൊടുക്കുമായിരുന്നെന്ന് പറയുന്നുണ്ടല്ലേ. ദിലീപ് കുറ്റം ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് അനുവ് പറയുന്ന വോയിസ് ക്ലിപ്പ് ഉണ്ട്. അതിന്റെ ബാലൻസ് എനിക്ക് കിട്ടിയില്ല. അത് എന്തോ സാങ്കേതികത്വം കൊണ്ട് ഞാൻ യഥാർത്ഥത്തിൽ ദിലീപേട്ടന്റെ സൗണ്ടാണ് എടുത്തത്. അനുവിന്റെ കൂടെ ബോണസായിട്ട് അത് കിട്ടിയത് അതിൽ കുറ്റം ചെയ്തിട്ടുണ്ടെന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞു പൂർത്തിയാക്കുന്ന ഒരു സാധനമുണ്ട്. പക്ഷേ പോലീസിന് കണ്ടുപിടിക്കാൻ പറ്റിയിട്ടില്ല എന്ന് പറയുന്ന സംഭവം. അങ്ങനെ ഒരുപാട് വിഷയം, അതായത് ഈ പറഞ്ഞതുപോലെ സമൂഹത്തിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ഒരുപാട് വിഷയങ്ങൾ അവിടെ പറയുന്നുണ്ട്. ഈ 1 കോടി 1.5 കോടി ഇതൊക്കെ പുഷ്പം പോലെ കൊടുത്തേക്കെന്നൊക്കെ പറയുമ്പോഴത്തേക്കിന് അത്രയും വേണ്ടപ്പെട്ട ഏതൊരാൾക്ക് വേണ്ടിയിട്ടായിരിക്കുമല്ലോ ഇത്തരത്തിൽ ഈ ഒരു പൈസ കൊടുക്കാനെ കൊണ്ട് തയ്യാറായേക്കുന്നത് എന്നുള്ള രീതിയിലാണല്ലോ നമ്മൾ മനസ്സിലാക്കും. കാര്യം മറ്റൊരു സ്ത്രീക്ക് വേണ്ടിയിട്ടാണ് ഞാൻ, അല്ലെങ്കിൽ മറ്റൊരു സ്ത്രീയുടെ കേസാണ് ഞാൻ ഇത് ഏറ്റെടുത്തേക്കുന്നത് എന്ന് ദിലീപ് പറയണമെന്നുണ്ടെങ്കിൽ അപ്പം അതുകൊണ്ടായിരിക്കും ഇപ്പം അങ്ങനെ ഒരു ഗൂഢാലോചന അല്ലെങ്കിൽ ദിലീപിലോട്ട് ഈ ഒരു കേസ് വരുന്നു. അപ്പം അങ്ങനെ ഏറ്റെടുത്തെന്ന് പറഞ്ഞതാണെങ്കിൽ കൂടി കോടതിയിലോട്ട് ചെല്ലുമ്പോഴത്തേക്കിന് അയാളാണിത് ചെയ്യിപ്പിച്ചതെന്ന് തെളിയിക്കാനെ കൊണ്ടുള്ള തെളിവുകൾ വേണമല്ലോ. അതില്ല. എന്തുകൊണ്ട്? അപ്പം അയാൾ ഒരുപക്ഷെ അയാൾ ചെയ്യിപ്പിച്ചിരിക്കുന്ന കാര്യമല്ലാത്തത് കൊണ്ടായിരിക്കും ഇത്തരത്തിൽ തെളിവുകൾ ഇല്ലാത്തത്. അതുകൊണ്ട് തന്നെ അയാൾ കുറ്റവിമുക്തനായിരിക്കുന്നു. അപ്പം അങ്ങനെയെങ്കിൽ ആരാണ് അല്ലെങ്കിൽ ആർക്ക് വേണ്ടിയിട്ടാണ്, ഏത് ലേഡിക്ക് വേണ്ടിയിട്ടാണ് ദിലീപ് ഇത്തരത്തിലൊരു കേസ് ഏറ്റെടുത്തേക്കുന്നത്? അല്ലെങ്കിൽ അത്രയും വേണ്ടപ്പെട്ട അത്രയും പ്രിയപ്പെട്ട ആ ഒരു ലേഡി ദിലീപിന്റെ ആരായിരുന്നു എന്നുള്ള സംശയങ്ങൾ നമുക്കിങ്ങനെ തോന്നും. അങ്ങനെ ഇരിക്കും നമ്മൾ മുമ്പ് അധികം ചർച്ച ചെയ്യാണ്ട് പോയേക്കുന്ന മറ്റൊരു കേസ് കൂടെ ഉണ്ടായിരുന്നു. അപ്പോൾ ഞാൻ അതിന്റെ ഒരു ന്യൂസ് ബൈറ്റ് ഇങ്ങോട്ട് പ്ലേ ചെയ്യാം. ഇനി പോലീസിന്റെ തരികിടക്കളികൾ പറയാം. 1, അന്വേഷണം അട്ടിമറിക്കാനുള്ള പഴയ DGP ബെഹ്റയുടെ ശ്രമം എന്ന ഇതുവരെ അന്വേഷിക്കാത്ത ആക്ഷേപം. 2, കൂട്ടത്തോടെ കൂറുമാറിയ സാക്ഷികളെക്കുറിച്ച് അന്വേഷിച്ചിട്ടേയില്ല. 3, പൾസർ സുനി ആദ്യം എത്തിയത് കാവ്യമാധവന്റെ ഉടമസ്ഥതയിലുള്ള സ്ഥാപനത്തിലാണ് എന്ന് മനസ്സിലായിട്ടും കാവ്യയെ അന്വേഷണ പരിധിയിലേക്ക് കാര്യമായി കൊണ്ടുവരാത്ത അന്വേഷണം. 4, അത് വലിയൊരു പ്രശ്നം തന്നെയല്ലേ? എന്തുകൊണ്ട് അല്ലെങ്കിൽ കാവ്യമാധവന്റെ ഉടമസ്ഥതയിലുള്ള ആ ഒരു സ്ഥാപനത്തിലോട്ടാണ് ആദ്യം പൾസർ സുനി എത്തിയിട്ടുണ്ടായിരുന്നത്? അങ്ങനെയെങ്കിൽ എന്തുകൊണ്ട് ഈ ഒരു കേസിൽ കാവ്യമാധവനെ കൂടുതലായിട്ട് ഈ ഒരു കേസായിട്ട് ഉൾപ്പെടുത്തിയിട്ട് കൂടുതൽ കാര്യങ്ങളൊന്നും ഉണ്ടായില്ല എന്നുള്ളത് വലിയൊരു ചോദ്യം തന്നെയല്ലേ? ഇപ്പം കോടതിയിൽ നിന്ന് ഇങ്ങനെ ഒരു കാര്യം പറയുന്നു, അപ്പോൾ ഒരു മാഡം എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ അത് ആരെ എന്നൊരു ക്യൂരിയോസിറ്റി അല്ലെങ്കിൽ അങ്ങനെ ഒരു കൺഫ്യൂഷൻ നമുക്ക് എന്താണെങ്കിലും ഉണ്ടാവുമല്ലോ. കാരണം നമ്മൾ വീഡിയോ ഫസ്റ്റ് ഈ ഒരു വിഷയമായിട്ട് ബന്ധപ്പെട്ട് വീഡിയോ ചെയ്ത് അന്ന് തന്നെ നമ്മൾ പറഞ്ഞിരുന്നു ഇരയ്ക്ക് പൂർണ്ണമായിട്ട് നീതി കിട്ടിയിട്ടില്ല. എന്തുകൊണ്ട്? നീതി കിട്ടി, എന്നാൽ പൂർണ്ണമായിട്ട് കിട്ടിയില്ല എന്ന് പറയുമ്പോൾ ഇതൊരാൾ ചെയ്യിപ്പിച്ചതാണെന്നുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് നമ്മുടെ മുന്നിൽ നിലനിൽക്കുന്നത്. അങ്ങനെയെങ്കിൽ അത് ആര്? അയാൾ കൂടി ശിക്ഷിക്കപ്പെടേണ്ടത്. അപ്പോൾ അങ്ങനെയുള്ളപ്പോൾ അത് ആര് എന്നുള്ളൊരു ചോദ്യത്തിന് കൃത്യമായിട്ടൊരു ഉത്തരം ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ അല്ലെങ്കിൽ ഈ ഒരു സിസ്റ്റം നമുക്ക് തരേണ്ടത് തന്നെയല്ലേ? കാവ്യമാധവൻ ഏതെങ്കിലും രീതിയിൽ ഈ കേസിലോ അല്ലെങ്കിൽ ഇത്തരം കാര്യങ്ങളിൽ ഏതെങ്കിലും ഇടപെട്ടതായിട്ട് താങ്കൾക്കറിയാം? അല്ല, കാവ്യമാധവൻ ഈ കേസിൽ ഈ വിഷയത്തിൽ ഇടപെട്ടു എന്നുള്ളതിനെ കുറിച്ച് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. ഞാൻ പൾസർ സുനിയെ കണ്ടത് പുറത്തു പറയരുതെന്ന് പറഞ്ഞ കൂട്ടത്തിൽ പുള്ളിക്കാരിയുണ്ട്. കാരണം ഞാൻ ജയിലിൽ കാണാൻ പോകുന്നതിൻ്റെ പുള്ളിക്കാരി എന്നോട് സംസാരിച്ചു. ബാലു, അതായത് ജയിലിൽ ഞാൻ കാണാൻ പോയി കഴിഞ്ഞതിന് ശേഷം സംസാരിച്ച കോളിൽ പുള്ളിക്കാരി പറഞ്ഞതാണ് ബാലു ജയിലിൽ പോയിട്ട് തിരിച്ച് കണ്ടിട്ട് ചേട്ടനെ കണ്ടിട്ട് ദിലീപേട്ടനെ കണ്ടിട്ട് ഇറങ്ങുന്നവരെ സത്യം പറഞ്ഞ ഉച്ചയ്ക്ക് ഫുഡ് കഴിച്ചില്ല എന്നുള്ള രീതിയിൽ പുള്ളിക്കാരി പറയുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ ബാലുവിനെ തിരുവനന്തപുരത്തല്ലേ ഞാൻ കിടക്കുന്നത്, ആലുവയില ദിലീപ് കിടക്കുന്നത്. അപ്പോൾ തിരുവനന്തപുരത്ത് വെച്ച് ഇയാൾ ആരോടെങ്കിലും എന്തെങ്കിലും പറഞ്ഞു കളയുന്നുള്ള ടെൻഷനില്ല എന്നെ വിളിച്ചു വരുത്തിയത്. അപ്പോൾ ഞാൻ ആദ്യം വരുന്നില്ല എന്നുള്ള രീതിയിൽ പറഞ്ഞു. കാരണം വരുന്നവരെ പോലീസ് വിളിച്ച് ചോദ്യം ചെയ്യും. ചെയ്താൽ ചിലപ്പോൾ ഞാൻ സത്യം പറഞ്ഞു പോകും. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പോകാത്തത്. കാരണം പോകുന്ന ദിലീപിനെ കാണാൻ സന്ദർശിക്കുന്നവരെ പോലീസ് ചോദ്യം ചെയ്യുന്നു എന്ന് ഞാൻ ഇതിലൊക്കെ കേൾക്കുന്നത് കൊണ്ടാണല്ലോ എനിക്കും ഭയം വന്നത്. അപ്പോൾ അതുകൊണ്ട് പോകാതിരുന്നതുകൊണ്ട് എന്നെ കമ്പൽ ചെയ്തിട്ടാണ് ഈ അനൂപ് സുരാജും ഒക്കെ കൂടെ എന്നെ കൊണ്ടുപോയത്. അപ്പോൾ അത് ഇവർക്ക് ടെൻഷനായിട്ടുണ്ടാവാം, കാവ്യക്ക് ടെൻഷനായിട്ടുണ്ടാവാം. അപ്പോൾ അത് കാവ്യ അതുകൊണ്ട് തന്നെ പ്രാർത്ഥിച്ചാണ് ദൈവമേ ബാലു വരട്ടെ, ദിലീപേട്ടെ കണ്ട് സംസാരിക്കുമ്പോൾ വേറെ പ്രശ്നങ്ങൾ തീർന്നല്ലോ എന്ന്. അപ്പോൾ ഞാനവിടെ നിന്ന് ഇറങ്ങിയിട്ട് അനൂപിനെ കാണുന്നു, സുരാജിനെ കാണുന്നു. എനിക്കന്ന് കുറച്ച് കാശ് എൻ്റെ പടത്തിൻ്റെ അഡ്വാൻസ് അതിൽ കൂടെ പിഴക്കി തന്നെ കുറച്ച് പൈസ തരുന്നു. ജയിലിൽ വെച്ച് ദിലീപേട്ട എൻ്റെ അടുത്ത് ഇങ്ങനെ പറയുന്നുണ്ട്, ആരുടെ അടുത്തും പറയരുതെന്നുള്ള കാര്യം പറയുന്നുണ്ട്. അപ്പോൾ ഞാൻ വന്ന് കണ്ടു, ദിലീപേട്ട അത് പറഞ്ഞിരിക്കാം,
ബാലുവിന്റെ അടുത്ത് സമാധാനപ്പെടുത്തി പറഞ്ഞിരിക്കാം, അപ്പോൾ ബാലു വാക്ക് കൊടുത്തിരിക്കാം എന്ന അടിസ്ഥാനത്തിലാണ് പിന്നെ ഈവനിങ് നമ്മൾ സംസാരിക്കുന്ന കൂട്ടത്തിൽ പിന്നീടുള്ള സംസാരത്തിൽ കാവ്യ എന്നോട് പറഞ്ഞത് ഈ കാര്യം പറഞ്ഞത്. ബാലു വന്നിട്ട് പോകുന്നൊരു ഭയങ്കര ടെൻഷനായിരുന്നു എന്ന അർത്ഥത്തിൽ ഞാൻ ഫുഡ് പോലും കഴിക്കാതിരുന്നു എന്ന് പറയുന്നത്. അതിന്റെ അർത്ഥം പുള്ളിക്കാരിക്ക് അപ്പോൾ ഒരു വിശ്വാസം വന്നു, ബാലു ഏട്ടനെ കണ്ട് ഇതിനെക്കുറിച്ച് പറയില്ലെന്ന് പറഞ്ഞു കാണും എന്ന്. പക്ഷെ അപ്പോഴും എനിക്ക് ദിലീപ് കുറ്റം ചെയ്തു എന്ന് അന്നും ഞാൻ വിശ്വസിക്കുന്നില്ല, ആ സമയത്തും ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം പുള്ളിയെ പെടുത്തിയതാവാം. പൾസർ സുനി എന്ന് പറഞ്ഞ വ്യക്തി പുള്ളിയുടെ വീട്ടിൽ വെച്ച് ഞാൻ കണ്ടു എന്ന് പറഞ്ഞ് പുള്ളി കുറ്റം ചെയ്തിട്ടുണ്ടാവണമെന്നില്ലല്ലോ. അങ്ങനെ ഞാൻ വിശ്വസിച്ചുകൊണ്ട് തന്നെയാണ് ഈ നവംബർ മാസം ഈ ചർച്ച നടക്കുന്നത് വരെയും ഞാൻ ഇരുന്നത്. ഇപ്പം നിങ്ങൾ കരുതുന്നത് എന്താണ്? ദിലീപ് ഇതിനകത്ത് ശരിക്കുള്ള പ്രതിയാണ് എന്ന് തന്നെയാണ്. അല്ല, ഏത് ടൈപ്പ് പ്രതി എന്നുള്ളത് എനിക്ക് പറയാൻ നിർവാഹമില്ല. പക്ഷേ ഈ കുറ്റകൃത്യം നടത്തിയ ആളുകളുമായിട്ട് പുള്ളിക്ക് ബന്ധമുണ്ടെന്ന് സൂചിപ്പിക്കുന്ന തരത്തിലെ സംഭാഷണങ്ങൾ തന്നെയാണ് അന്ന് അവിടെ ഉണ്ടായിട്ടുള്ളത്. കാരണം കാശിന്റെ ഇടപാടിനെ കുറിച്ച് പുള്ളി പറയുന്നുണ്ടല്ലോ, ഞാൻ പുഷ്പം പോലെ 1.5 കോടി കൊടുത്തേനെന്ന്, ഞാൻ കൊടുത്തേനെ എന്നാണ് പുള്ളി പറയുന്നത്. അപ്പോൾ അതിന്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ അത് 1.5 കോടി രൂപയുടെ ഡീലാണ്. അത് വേറൊരാളാണ് കൊട്ടേഷൻ കൊടുത്താണെങ്കിലും കാശ് കൊടുക്കാൻ പുള്ളി റെഡിയായിരുന്നു എന്നാണ് പറയുന്നത്. ഞാൻ 1.5 കോടി പുഷ്പം പോലെ കൊടുത്തേനെ എന്നാണ് പറയുന്നത്. അതായത് അപ്പോൾ പുള്ളിക്ക് ആ ഇടപാട് അറിയാം. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ ക്രൈം നടത്തിയ ഈ ഗൂഢാലോചനയിൽ പങ്കെടുത്ത ആളുകളുമായിട്ട് പുള്ളിക്ക് ബന്ധമുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ട് അതിൽ പുള്ളിക്ക് ബന്ധമുണ്ടെന്ന് തന്നെ വരും. ആ ഓഡിയോ ക്ലിപ്പുകൾ നിങ്ങൾ പരിശോധിച്ചാൽ അറിയാം, അതിൽ പറഞ്ഞിരിക്കുന്ന ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിന് ബന്ധമില്ലെങ്കിൽ പറയേണ്ട കാര്യമില്ല. അപ്പോൾ അത് ആരായിരിക്കും അത്രയും അല്ലെങ്കിൽ ഇത്രയും വലിയൊരു കേസ് നിങ്ങൾ ആലോചിച്ചു കരിയറിൽ തന്നെ ഏറ്റവും വലിയൊരു തകർച്ച സംഭവിച്ചേക്കുന്ന രീതിയിൽ അല്ലെങ്കിൽ അങ്ങനെ തകർച്ചയിലോട്ട് എത്തിയേക്കുന്ന ഇന്നും ആളുകളുടെ മുന്നിൽ അയാൾ കോടതിയിൽ നിന്ന് നിരപരാധിയാണ് അല്ലെങ്കിൽ കുറ്റവാളിയല്ല എന്ന് തെളിവുകളുടെ അടിസ്ഥാനത്തിൽ പറഞ്ഞെങ്കിൽ പോലും ഇന്നും അയാൾ ഇങ്ങനെയൊക്കെ കേൾക്കേണ്ടി വരുന്നുണ്ടെങ്കിൽ അത്രയും വലിയൊരു കാര്യത്തിന് വേണ്ടിയിട്ട് സാക്രിഫൈസ്, തൻ്റെ ലൈഫ് തന്നെ സാക്രിഫൈസ് മറ്റൊരാൾക്ക് വേണ്ടി ചെയ്തതാണോ? അങ്ങനെ സാക്രിഫൈസ് ചെയ്തതാണെന്നുണ്ടെങ്കിൽ ആരാണ് അത്രയും വേണ്ടപ്പെട്ട ആ ഒരു ലേഡി? ആ വേണ്ടപ്പെട്ട ഒരാളല്ല എന്നുണ്ടെങ്കിൽ പിന്നെ മറ്റാർക്ക് വേണ്ടിയിട്ടായിരിക്കും ഇത്തരത്തിൽ ഈ ഒരു കാര്യം ഏറ്റെടുത്തേക്കുന്നത്? അപ്പം ഇതിനകത്ത് നമ്മൾ നോക്കുമ്പോഴത്തേക്കിന് ഇവിടെ എന്താ പറയുക, ദിലീപ് കാവ്യമദൻ ഇവർ തമ്മിലുള്ള ബന്ധം, പിന്നീട് ഉണ്ടായിരിക്കുന്ന പ്രശ്നങ്ങൾ, അല്ലെങ്കിൽ ഇപ്പോൾ എത്രയൊക്കെ ഇപ്പോൾ അവർ കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞാൽ കൂടി ആ ഒരു ടൈമിൽ തീർച്ചയായിട്ടും പുറത്തോട്ട് ഇത് വരുമ്പോഴത്തേക്കിന് ആ ഒരു എന്താ പറയുക ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ അവരുടെ ലൈഫിലാണ് തീർച്ചയായിട്ടും ഉണ്ടായിരുന്നിരിക്കും. ആ ഒരു കാര്യം ഇന്ന ഒരാളാണ് അല്ലെങ്കിൽ ഈ ഒരു നടിയാണ് അല്ലെങ്കിൽ ഈ ഒരു അതിജീവിതയാണ് അതിന് പ്രശ്നമായിരിക്കും എന്നൊരു സാധനം മൈൻഡ് ചെയ്തെടുക്കാൻ സ്വാഭാവികമായിട്ട് അവർക്ക് ദേഷ്യം അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ തോന്നിയേക്കാം. അപ്പോൾ ആ ഒരു സമയത്ത് അങ്ങനെ ആ ഒരു നടിയുടെ അടുത്ത് ആർക്കെങ്കിലും ഇതുമായിട്ട് ബന്ധപ്പെട്ട് ദേഷ്യം തോന്നിയിട്ടുണ്ട്, അല്ലെങ്കിൽ ഇവരല്ലാതെ മറ്റാർക്കാണ് ഇത്തരത്തിൽ ഈ ഒരു നടിയുടെ അടുത്ത് ഈ ഒരു ദേഷ്യമുള്ളത് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാനെ കൊണ്ട്? അങ്ങനെ ആ ഒരു ദേഷ്യം ഉള്ള ആ ഒരു വ്യക്തി എങ്ങനെയാണ് ദിലീപിൻ്റെ വേണ്ടപ്പെട്ട ഒരാളായിട്ട് മാറുന്നത്? ആ ദിലീപിൻ്റെ വേണ്ടപ്പെട്ട ഒരാളായിട്ട് മാറുന്ന ആ ഒരു വ്യക്തിക്ക് വേണ്ടി ഇത്രയും പൈസ മുടക്കാൻ വരെ തയ്യാറാകുന്നു, പിന്നീട് ആ ഒരു കേസ് സ്വയം ഏറ്റെടുക്കുന്ന രീതിയിലോട്ടൊക്കെ മാറുമ്പോഴത്തേക്കിന് അപ്പം പൾസർ സുനി ആ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞതായിരിക്കും ഈ മാഡം എന്ന് പറയുന്ന ഒരു കേസ്. അതല്ലെങ്കിൽ ശരിക്കും അങ്ങനൊരു മാഡം ഉള്ളത് എന്താണ് പുറത്തോട്ട് വെളിച്ചത്തോട്ട് വരാത്തൊരു കാര്യമാണ്. അപ്പം കോടതി അങ്ങനെ ഒരു കാര്യം ചോദിച്ചെങ്കിൽ തീർച്ചയായിട്ടും അത് സത്യം പറഞ്ഞാൽ അത് തെളിയിക്കപ്പെടേണ്ടുന്ന ഒരു കാര്യം തന്നെയല്ലേ? ഇനി ഇതിനെക്കുറിച്ച് ജിൻസൺ പുള്ളി പറയുന്ന വേറെ കുറച്ച് കാര്യങ്ങളോടുണ്ട്. മാഡം ആരാണ് എന്നുള്ളതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഊഹം അവിടെ നിന്ന് കിട്ടിയിരുന്നോ ജയിലിൽ പൾസർ സുനിയോടൊപ്പം ചോദിച്ചപ്പോൾ? ഞാൻ ഒരു സ്ത്രീ ഇതിലുണ്ട് എന്നുള്ള ഒരു ഊഹം ഒക്കെ അങ്ങനെ ചില ചോദ്യങ്ങളിൽ കൂടെയൊക്കെ എനിക്ക് മനസ്സിലായിട്ടുണ്ട്. പക്ഷേ ആരാണ് എന്താണെന്ന് ഞാൻ പറഞ്ഞില്ല. ഞാൻ മുമ്പും പറഞ്ഞു, ഞാൻ ജയിലിനൊരു സ്വഭാവമുണ്ട്. ജയിലിൽ അറിഞ്ഞ ആളുകൾ ജയിലിൽ നിന്ന് മറ്റൊരാളോട് ഒരു പരിധി കൂടുതൽ ചോദ്യങ്ങൾ ചോദിക്കില്ല. അത് ചോദിച്ചാൽ ഗുണമുണ്ട് ദോഷമുണ്ട്. അപ്പോൾ കൂടുതലും ദോഷമാണ് ഉണ്ടാവുക. അപ്പോൾ അതുകൊണ്ട് അത്തരം കാര്യങ്ങൾ കൂടുതലൊന്നും ഞാൻ ചോദിക്കാറില്ല. ഈ വിഷയവുമായി ബന്ധപ്പെട്ടും ഈ കേസുമായി ബന്ധപ്പെട്ടും ഒരു പരിധി കൂടുതൽ ഞാൻ എന്ത് ചെയ്തിട്ടില്ല. ഞാൻ അങ്ങോട്ട് ചോദ്യങ്ങൾ ചോദിച്ചിട്ടില്ല. കേൾക്കുന്നത് മാത്രം. ഞാൻ കേൾക്കുന്നത് അത് ഒരു അന്വേഷണത്തിന്റെ ഭാഗമായിട്ട് അതിന്റെ അന്വേഷണ ഉദ്യോഗസ്ഥർ ചോദിച്ചു കഴിഞ്ഞപ്പോൾ എനിക്കറിയാവുന്ന കാര്യങ്ങൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനൊരു മാഡം ഉണ്ട് എന്നുള്ള രീതിയിലൊക്കെ തന്നെയാണ് പൾസർ സുനിയുടെ ഒപ്പം ഉണ്ടായിരുന്ന ജയിലിലൊപ്പം ഉണ്ടായിരുന്ന ഈ ഒരു വ്യക്തി പറയുന്നത്. അപ്പം ഇതേ ജയിലിലൊപ്പം ഉണ്ടായിരുന്ന ബിപിൻ ലാൽ ആയിരുന്നു എന്ന് പറഞ്ഞിരിക്കുന്ന ഈ ഒരു കത്ത് എഴുതിയത് പൾസർ സുനിയും പോലീസുകാരും നിർബന്ധിച്ച് എഴുതിപ്പിച്ചതാണെന്നുള്ള രീതിയിലും പറയുന്നുണ്ട്. ഇനി അത് ചിലപ്പോൾ ഈ ഒരു പൈസയുടെ ഈ ഒരു കാര്യം പറഞ്ഞിട്ട് ഇവരുടെ പിന്നെ കുറേ കളികൾ ഇതിനകത്ത് നടന്നിട്ടുണ്ടല്ലോ. അപ്പോൾ ആരെങ്കിലും പിന്നെ ദിലീപിലോട്ട് ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് അങ്ങനെ ചെയ്യിപ്പിച്ചിരിക്കുന്ന വേറെ എന്തെങ്കിലും പരിപാടികളാണോ നമുക്കറിയത്തില്ല. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ അങ്ങനത്തെ സംശയങ്ങൾ നമ്മൾ പ്രകടിപ്പിച്ചിട്ടുണ്ടായിരുന്നു. വിഭാഗം അഡ്വക്കേറ്റ് 8ാം പ്രതിയുടെ അഡ്വക്കേറ്റ് രാമൻപിള്ള എന്ന് പറയുന്ന ആളുടെ പേര് ഞാനവിടെ കൃത്യമായിട്ട് ഞാനവിടെ പറഞ്ഞു. പക്ഷേ അത് എഴുതേണ്ട ആൾ അത് എഴുതിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അവർ തമ്മിലുള്ള കമ്മിറ്റ്മെൻറ്റ് എന്ന് കഴിഞ്ഞ ദിവസം ഞാൻ ഒരു മാധ്യമത്തിൽ പറഞ്ഞു. അവർ തമ്മിൽ എന്ന് പറഞ്ഞാൽ ഈ ജഡ്ജിയും ദിലീപും തമ്മിലുള്ള കമ്മിറ്റ്മെൻറ്റ് എന്നല്ല. ചില അഭിഭാഷകർ, സീനിയർ അഭിഭാഷകരൊക്കെ ആയിട്ട് ഈ ജഡ്ജിമാരായിട്ട് ചില ഒരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ടാവും. അത് ഒരു അക്കാഡമിക്കൽ പ്രോബ്ലം, ഇത് ബഹുമാനം അതുണ്ടാവും. അതിൻ്റെ ഭാഗമായിട്ട് അവരത് നോട്ട് ചെയ്യാതെ പോയതായിരിക്കാം. അതാ ഞാൻ പറഞ്ഞതല്ല, അത് വേറെ ഒന്നല്ല. ഞാനതങ്ങനെ മറ്റു രീതിയിൽ വിമർശിച്ചൊന്നുമല്ല. ഇനിയിപ്പോൾ അത് അങ്ങനെയാണെന്ന് വിചാരിച്ചാൽ പോലും ഞാൻ പറയാനുള്ള കാര്യം തന്നെ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. അതിനകത്ത് എനിക്കൊരു പശ്ചാത്താപമില്ല. ഇത് ശരിയായിട്ടും ജിൻസന് ഒരു ഓഫർ വന്നിരുന്നു. തീർച്ചയായിട്ടും അത് 16 മിനിറ്റുള്ള ഒരു ഓഡിയോ കോള് കോട്ടയം ക്രൈംബ്രാഞ്ച് ഓഫീസിൽ ഇരിക്കുന്നതാണ്. അത് അവിടെ കൊടുത്തിട്ടുണ്ട്. അല്ലാതെയുള്ള എന്താണ് മറ്റേ 5 സെന്റ് സ്ഥലവും 25 ലക്ഷം രൂപയുമാണോ? അതെ 5 സെന്റ് സ്ഥലം 25 ലക്ഷം രൂപ. എനിക്ക് അങ്ങനെ എന്ത് പറഞ്ഞാൽ അത് തരാമെന്നാണ് പറഞ്ഞത്.
ദിലീപിന് അനുകൂലമായിട്ട് മൊഴി കൊടുത്താൽ പിന്നെ അതിന്റെ കൂടുതൽ കാര്യങ്ങളിലേക്ക് കടന്നു പോയിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞാനത് സ്വീകരിക്കാൻ തയ്യാറായ ആളൊന്നല്ല. പക്ഷെ ഇത് എന്താണ് പറഞ്ഞു വരുന്നതെന്ന് അറിയാൻ വേണ്ടി ഞാനത് ഒക്കെ ഇരുന്ന് കേട്ടിരുന്നിരുന്നു, അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട്. സാമാന്യ മനുഷ്യനെന്ന നിലയിൽ എന്തെല്ലാം കാര്യങ്ങൾ ഇവര് ഈ കേസ് അട്ടിമറിക്കാൻ വേണ്ടി ഏതൊക്കെ രീതിയിൽ പോകുന്നുണ്ടെന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ടാണ്. ഇപ്പൊ ഞാൻ എൻ്റെ അടുത്ത് 25 ലക്ഷം രൂപ എന്ന് പറഞ്ഞു, 5 സെന്റ് ഭൂമി എന്ന് പറഞ്ഞു. ഞാൻ ഇനി 50 ചോദിച്ചാലും അവർ തന്നേനെ, എനിക്ക് തോന്നുന്നു തരുമായിരിക്കാം. പക്ഷെ ഞാൻ അതിലേക്ക് പോയിട്ടില്ല, കാരണം ഞാനത് വാങ്ങാൻ തയ്യാറായിട്ടുള്ള ആളല്ല. ഞാൻ പറഞ്ഞല്ലോ ഇതിനു മുമ്പും ഒരുപാട്. ഇതിനകത്ത് ഈ മൊഴികൾ മാറ്റി പല ആളുകളും മൊഴികൾ മാറ്റി പറഞ്ഞേക്കുന്ന കേസ് കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ. ഈ ഒരു വിഷയത്തിൽ തന്നെ 28ഓളം പേര് മൊഴി മാറ്റി പറഞ്ഞു. ഇതിനകത്ത് അങ്ങനെ അവരെയൊക്കെ ഇത്തരത്തിലുള്ള സ്വാധീനങ്ങൾ ചെലുത്തിയിട്ടുണ്ടായിരിക്കാം. പേരുകൾ വല്ലതും അവിടെ പ്രതിപാദിക്കപ്പെട്ടോ? കാവ്യമാധവനെന്നോ ദിലീപെന്നോ അല്ല അങ്ങനെയുള്ള പേരുകൾ വല്ലെങ്കിലും പ്രതിപാദിക്കപ്പെട്ടോ? അതെങ്കിലും കേട്ടിരുന്നോ? അതായത് ഞാൻ അങ്ങോട്ട് ചോദിച്ചിരുന്നു സുനിയുടെ അടുത്ത്, ഈ ദിലീപും നാദൃശയും അപ്പുണ്ണിനെ കുറിച്ച് എനിക്കറിയില്ല. അവൻ ഫോണിൽ വിളിച്ച സമയത്ത് ചില പേരുകൾ അപ്പുണ്ണി അപ്പു എന്നൊക്കെ പറഞ്ഞു. എനിക്കറിയാം അപ്പുണ്ണി എന്ന് പറയുന്ന ഒരാളെ കുറിച്ച് എനിക്ക് അറിയ പോലില്ല. പക്ഷേ ഫോണിൽ ചില വാക്കുകളൊക്കെ കേട്ടിട്ടാണ് ഈ അപ്പു എന്നാണ്. അപ്പോൾ ഈ നാദൃശയും ദിലീപും കൂട്ടുകെട്ടാണെന്നുള്ള കാര്യം നേരത്തെ പോലെ നമുക്ക് സിനിമയിലെ മേഖല കാണുമ്പോഴൊക്കെ അറിയാം. അപ്പോൾ ഈ ദിലീപ് നാദൃശയും ഒക്കെയാണ് ഇതിൻ്റെ പുറകിലെങ്കിൽ നാളെ എന്തെങ്കിലും സംഭവിച്ചാൽ, അതായത് നാളെ നിന്നെ തള്ളിക്കളഞ്ഞാൽ, ചിലപ്പോൾ തള്ളിക്കളയാലോ, നിന്നെ കൈവിട്ടാൽ എന്ത് ചെയ്യും എന്ന് ചോദിച്ചപ്പോൾ എന്നോട് പറഞ്ഞ വാക്ക്, അങ്ങനെ എന്നെ കൈവിടാൻ അവർക്കാവില്ല, കാരണം ഇത് മാത്രമല്ല ഇതുപോലെ പല കാര്യങ്ങളും എന്ന് പറഞ്ഞ് സ്റ്റോപ്പ് ചെയ്തു. ഞാനിത് അന്ന് 5 വർഷം മുമ്പ് പറഞ്ഞ അതേ വേർഡ് തന്നെയാണ് ഇപ്പോഴും പറയുന്നത്, കാരണം അന്ന് കേട്ടത് അങ്ങനെയാണ്. ഇതല്ലാതെ ധാരാളം കാര്യങ്ങൾ പൾസർ സുനിക്ക് ഇവർക്കെതിരെ ഉപയോഗിക്കാനുള്ള ഗണ്ണായിട്ട് ഇരിപ്പുണ്ട് അവിടെ അദ്ദേഹത്തിന്റെ കയ്യിൽ. അവൻ ഗണ്ണായിട്ട് ഉപയോഗിക്കോ അല്ലാതിരിക്കോ ഇതൊന്നും എന്റെ വിഷയങ്ങളല്ല. ചിലപ്പോൾ ചെയ്യുമായിരിക്കും, എനിക്കറിയില്ല. പക്ഷേ പല വിവരങ്ങളും അറിയുമായിരിക്കും. അത് സുനി മൗനം പാലിക്കുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ കഴിഞ്ഞ ദിവസമല്ല അന്നൊരിക്കൽ വിളിച്ചപ്പോൾ ഞാൻ പല കാര്യങ്ങളും പറയണമെന്ന് വിചാരിച്ചാണ്. പിന്നെ ഞാൻ വേണ്ട എന്ന് വിചാരിച്ചിരിക്കുകയാണ്. ബാക്കിയുള്ള ആളുകൾ പറയട്ടെ എന്ന് വിചാരിച്ചിട്ടാണെന്നാണ് പറഞ്ഞത്. മറ്റുള്ള ആളുകൾ, അതായത് അവൻ പറഞ്ഞാൽ ഇപ്പോൾ പൊതുസമൂഹം വിശ്വസിക്കില്ല. അപ്പോൾ അതുകൊണ്ട് ഇതുപോലെ ബാലേന്ദ്രകുമാറിനെ പോലെ പല ആളുകളും രംഗത്തേക്ക് വരാനുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകൾ വന്ന് സ്വയം പറയുമ്പോൾ സുനി പറഞ്ഞ കാര്യങ്ങൾ സത്യമാണെന്നുള്ള കാര്യം പൊതുസമൂഹം അറിയും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് സുനി ഇരിക്കണമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. ഇതിൽ പിന്നെ വേറൊരു കാര്യമുണ്ട്. പൾസർ സുനി ഭൂലോക ഉഡായിപ്പാണ്, ഗജ്ജ ഫ്രോഡാണ്, പറയുന്ന ഒരു കാര്യം കുടിച്ച് വളർത്തി നമ്പാൻ കൊള്ളില്ല. ഇപ്പം പറയുന്ന കാര്യങ്ങളല്ല പിന്നീട് മാറ്റി പറയുന്ന, ചോദ്യം ചെയ്യാനൊക്കെ പോകുന്ന ടൈമിലൊക്കെ മുമ്പുണ്ടായിരുന്ന ഒരു എനിക്ക് തോന്നുന്നു IPS ഓഫീസറായിട്ടുള്ള ആ ഒരു ലേഡി, ഞാൻ പേര് ഞാൻ മറന്നുപോയി. അപ്പം ആ ഒരു ലേഡി തന്നെ പറയുന്നുണ്ട്, ഇപ്പം പറയുന്ന എല്ലാ പൾസർ സുനി പിന്നീട് പറയുന്നത് മാറ്റി പറയുകയാണ്, കള്ളങ്ങൾ മാത്രം പറയുന്ന ഒരു വ്യക്തിയാണ് സുനി എന്നുള്ള രീതിയിലൊക്കെ തന്നെ സംസാരിക്കുന്നത്. അതുകൊണ്ട് ഒപ്പം ഉണ്ടായിരുന്ന ആൾക്കാരുടെ അടുത്ത് അതിനെക്കാട്ടി വലിയ കള്ളങ്ങളായിരിക്കും ചിലപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരിക്കുക, അല്ലെങ്കിൽ കുറച്ച് ലൈറ്റഡ് വെർഷനിലായിരിക്കും കള്ളങ്ങൾ പറഞ്ഞിട്ടുണ്ടായിരിക്കുക. അപ്പോൾ എല്ലാം പൂർണ്ണമായിട്ട് നമുക്ക് നമ്പാനും പറ്റില്ല. ഇതിനകത്ത് എനിക്കിനി തോന്നുന്ന ഒരു സംശയം, ഒരു കൺക്ലൂഷൻ എന്നുള്ള രീതിയിൽ ഞാൻ പറയുകയാണ്. ചിലപ്പോൾ ഇതിനകത്ത് ശരിയായിരിക്കാം, ശരിയേടായിരിക്കാം. എന്താണെങ്കിലും നമ്മുടെ ഇവിടുത്തെ സിസ്റ്റം തന്നെ, അല്ലെങ്കിൽ ഇവിടുത്തെ പോലീസ് ഉദ്യോഗസ്ഥർ, അന്വേഷണ ഉദ്യോഗസ്ഥർ ഇത്രയും വലിയൊരു അട്ടിമറിയൊക്കെ കാണിച്ചിരിക്കുന്ന ഈ ഒരു കേസിനകത്ത് നമുക്ക് സ്വാഭാവികമായിട്ടും ഒരു കോമൺ മാൻ എന്ന നിലയിൽ നമുക്ക് തോന്നുന്നു സംശയങ്ങൾ പ്രകടിപ്പിക്കുന്നതിൽ തെറ്റില്ലല്ലോ. അപ്പോൾ എനിക്ക് തോന്നുന്നൊരു കാര്യമാണ്, നിങ്ങൾക്ക് വിയോജിപ്പുകൾ ഉണ്ടായിരിക്കാം, ദിലീപ് എന്ന് പറയുന്ന വ്യക്തി ആയിരിക്കണം എന്നുള്ളത് നിർബന്ധമില്ല. ബട്ട് ഇവരുടെ അല്ലെങ്കിൽ ദിലീപിന് അത്രയും വേണ്ടപ്പെട്ട ആ ഒരു മാഡം എന്ന് പറയുന്നേക്കുന്ന ആ ഒരു വ്യക്തി അതാരാണെന്നുള്ളത് നമുക്കറിയില്ല. ബട്ട് ആ ഒരു മാഡം ദിലീപിന് അത്രയും വേണ്ടപ്പെട്ട ഒരാൾ തീർച്ചയായിട്ടും ആയിരിക്കും. അതുകൊണ്ടായിരിക്കും അവർക്ക് വേണ്ടിയുള്ളൊരു കേസ് ഏറ്റെടുത്തേക്കുന്നത്. അപ്പോൾ ഇവർക്ക് കോമൺലി എന്തെങ്കിലും ദേഷ്യമുള്ളതോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ആയിരിക്കാം. ഇത്തരത്തിൽ മുമ്പ് പറഞ്ഞ പോലെ, ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ എന്തെങ്കിലും പൈസയുടെ ഇടപാടിൻ്റെയോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ അങ്ങനെ എന്തെങ്കിലുമൊക്കെ സീനിൻ്റെയോ എന്തുമായിരിക്കും ഒരു ഡോക്യുമെന്റ്സ്, അങ്ങനെ എന്തും ആയിരിക്കാം. അവൻ ഈ ഒരു കാര്യത്തിലൊന്ന് പേടിപ്പിക്കണമെന്നോ എന്നുള്ള സാധനമൊക്കെ ആയിരിക്കാം ഈ ഒരു കൊട്ടേഷൻ എന്നുള്ള രീതിയിലോട്ട് ഈ പൾസർ സുനിയിലോട്ട് ഈ ഒരു മാഡം ത്രൂ എത്തിയിട്ടുണ്ടാവുക. അപ്പം അങ്ങനെയുള്ളപ്പോൾ പൾസർ സുനി ഇതിന് മുമ്പ് ഓൾറെഡി ചെയ്യുന്ന കാര്യങ്ങളായതുകൊണ്ട് തന്നെ അപ്പം അയാൾക്ക് എന്തെങ്കിലുമൊക്കെ സീൻ ഉണ്ടായി കഴിഞ്ഞാൽ ഇവർ സേവ് ചെയ്യും, ഇവർക്കൊരു യജമാനൻ ഉണ്ടല്ലോ, അവർ സേവ് ചെയ്തോളും എന്നുള്ളൊരു വിശ്വാസം കൊണ്ടും തന്നെ മുമ്പ് ഓൾറെഡി ചെയ്തേക്കുന്ന കാര്യങ്ങളാണല്ലോ. അപ്പോൾ പിന്നെ ഒരു സിറ്റുവേഷൻ കിട്ടിയപ്പോൾ, തരം കിട്ടിയപ്പം കയറി ഇങ്ങനെ ഒരു കാര്യം ചെയ്തതും ആവാം. ഇത് ആയിരിക്കാം പിന്നീട് ഈ ഒരു കേസ് പിന്നീട് കൈവിട്ട് പോയപ്പോഴത്തേക്കിന് പൾസർ സുനി ഇങ്ങനെ ചെയ്തപ്പോഴത്തേക്കിന് പിന്നെ പെട്ടുപോയേക്കുന്ന സിറ്റുവേഷൻ ആയിരുന്നു ഇത്തരത്തിൽ ദിലീപിൻ്റെ. ഓക്കെ, അങ്ങനെ ഇപ്പം ഈ ഒരു പറഞ്ഞ ഈ മാഡം എന്ന് പറഞ്ഞിരിക്കുന്ന ഒരാളെ സേവ് ചെയ്യാൻ വേണ്ടി അത് കേസ് ഏറ്റെടുത്തിട്ട് ആ രീതിയിൽ പോയിട്ടുള്ളതായിരിക്കും. അങ്ങനെ ഇരിക്കുക ഇയാൾക്ക് എന്താണെങ്കിലും ഒരു കൊട്ടേഷൻ, ഒരു പ്രതിഫലം ഉണ്ടായിരിക്കുമല്ലോ. അപ്പം എന്താണെങ്കിലും ഇങ്ങനെ പേടിപ്പിച്ചു ആ ഒരു പ്രതിഫലം വാങ്ങിച്ചു പോകുന്നതിനപ്പുറത്തേക്ക് ഇങ്ങനൊരു കാര്യം ചെയ്ത് കാര്യം കൈവിട്ട് പോയിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ളപ്പോൾ വീണ്ടും ഇതിനകത്ത് ആ ഒരു ഇൻവോൾവ്മെൻറ്റ് ഈ ഒരു വ്യക്തിയുടെ അല്ലെങ്കിൽ വേണ്ടപ്പെട്ട ആളുകളുടെ ഒക്കെ വന്നു കഴിഞ്ഞാൽ അത് എന്താണെങ്കിലും തെളിവുകൾക്ക് അല്ലെങ്കിൽ തെളിവുകളിലോട്ട് കൊണ്ടെത്തിക്കും, അല്ലെങ്കിൽ തെളിവുകൾ ഇവർക്കെതിരെ വരുന്ന രീതിയിലോട്ട് മാറാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പിന്മാറുക. അതാണ് ബാലചന്ദ്രകുമാർ അദ്ദേഹം പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇവർക്ക് 1 കോടി അല്ലെങ്കിൽ 1.5 കോടി രൂപ പുട്ടുപോലെ ഞാൻ കൊടുക്കുമായിരുന്നല്ലോ എന്നതിലേക്ക് തന്നെ സംസാരിച്ചിട്ടുണ്ടാവുക. ഓക്കെ, ആൻഡ് ഇവിടെ പൾസർ സുനി പറയുന്ന എല്ലാം ഭൂലോക കള്ളങ്ങളൊക്കെ തന്നെയാണ്. ആൻഡ് ഇതിനകത്ത് ഞാൻ കഴിഞ്ഞ വീഡിയോനകത്ത് പറഞ്ഞ പോലെ നമുക്ക് ഓരോ കാര്യങ്ങൾ കാണുമ്പോഴത്തേക്കും നമുക്ക് ഇന്ന ആളായിരിക്കുമോ അല്ലെങ്കിൽ ഇന്ന ആളായിരിക്കുമോ, ഇവരാണോ ശരി എന്നുള്ള കൺഫ്യൂഷൻ നമുക്ക് കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ കിടക്കുക. ഇങ്ങനെ ആക്കിയേക്കുന്ന കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞ പോലെ തന്നെ ഇവിടുത്തെ അന്വേഷണ ഉദ്യോഗസ്ഥർ നമ്മുടെ സിസ്റ്റം തന്നെയാണ് എന്നുള്ളത് മാത്രമേ പറയുള്ളൂ. ഇനി ഇത്രയും കേട്ടിട്ട് നിങ്ങൾക്ക് എന്താണ് തോന്നുന്നത്? ഇത്തരത്തിലൊരു മാഡം, പൾസർ സുനി പറഞ്ഞേക്കുന്ന ഈ ഒരു മാഡം ആളുകളെ അല്ലെങ്കിൽ ഈ ഒരു കേസിനെ മിസ്ലീഡ് ചെയ്യാൻ വേണ്ടിയിട്ട് പറഞ്ഞിട്ടുള്ളതായിരിക്കുമോ?
അതല്ലെങ്കിൽ ശരിക്കും ഇത്തരത്തിലൊരു മാഡം ഉണ്ടായിരിക്കുമോ? എങ്കിൽ അത് ആരാണ്? ദിലീപിന് വേണ്ടപ്പെട്ട ഒരാളായിരിക്കുമല്ലോ തീർച്ചയായിട്ടും ഇത്തരത്തിൽ ആ ഒരു മാഡം എന്ന് പറഞ്ഞാൽ അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ. അങ്ങനെയെങ്കിൽ ആരായിരിക്കും ആ ഒരു വ്യക്തി എന്നുള്ളത് തീർച്ചയായിട്ടും നമുക്ക് തോന്നുന്ന സംശയങ്ങൾ. നിങ്ങൾക്ക് എന്താണ് ഇത് കേട്ട് തോന്നുന്നത്? തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ പറയാം. നമുക്ക് അടുത്തൊരു വീഡിയോ കാണാം. അപ്പോൾ ശരി, ബൈ.